പാർട്ടിനെ കൊണ്ട് അങ്ങനെങ്കിലും ഒരു ഉപകാരം വേണ്ടോ? ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു താങ്ക് യു. ആയിക്കോട്ടെ. പിണറായി വിജയനെ പോലൊരു നേതാവുണ്ടോ മക്കള്? ആകാശം ഇടിഞ്ഞു തകർന്ന് ധരിപ്പണമായി താഴെ വീണാലും പിണറായി അതിന് മുകളിലൂടെ കടന്നു പോകാൻ കൽപ്പുള്ളവരാ മക്കളെ. കരുത്തനാട് മക്കളെ, കറുമ്പനാട് മക്കളെ, കുറുമ്പനാട് മക്കളെ, കുരുത്തം കെട്ടവനാ മക്കളെ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇക്കണ്ട കാലത്തെ ചരിത്രത്തിലടക്ക് ഇത്ര വലിയ അഴിമതിയും കുംഭകോണവും ഗുണ്ടായുസവും കാണിച്ച മറ്റൊരു നേതാവ് CPM ഉണ്ടായിട്ടില്ല. ആ പിണറായിനെ പുകഴ്ത്തിയിട്ട മദനയുടെ ഈ പറച്ചില്. അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞു. ഈ മൃഗം കേടെന്നാലേ അറക്കാൻ കൊടുക്കാം. മനുഷ്യന്മാര് കേടെന്ന് എന്താ കാട്ടുക? അതിനു പുറമെ ലീഗിനെയും ലീഗ് നേതാക്കളെയും മോശമായി ചിത്രീകരിക്കാൻ സ്വന്തം ഭാര്യയെ പോലും ചാനലുകളുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി കരച്ചിലും പിഴിച്ചിലും സംഘടിപ്പിച്ചു. അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ രക്ഷകനും മോചകനും നേതാവും ഒക്കെ ആയി ഇടതുപക്ഷത്തൊരു കസാര കണ്ടുവച്ച മദനി കുപ്പായിട്ട് നടക്കുന്നത്. മദനയുടെ ഇത്തരം പ്രസംഗങ്ങൾ കേട്ട പിണറായിക്ക് അങ്ങോട്ട് പിടുത്തം വിട്ടു. ഇങ്ങനെ തൊണ്ട പൊട്ടിച്ച് പറഞ്ഞ മലപ്പുറത്തെ ജനങ്ങളെ മനസ്സാകെ മാറ്റിമറിക്കാന്ന പിണറായി കണക്കൂട്ടിയത്. മുന്നും പിന്നും നോക്കാതെ പിന്നെ പിണറായി ഒരൊറ്റ പ്രഖ്യാപന. പിടിമുറുക്കിട് തിരഞ്ഞെടുപ്പില് പിടിമുറുക്കിട് കോടിപ്പറത്തിട് പൊന്നാനിയില് കോടിപ്പറത്തിട് കലിവരുത്തിട് ലീഗിന് നേരെ കലിവരുത്തിട് നേട്ടമാക്കിട് വോട്ട് തട്ടാൻ നോടി നോക്കിട്. ലോകസഭയും പിടിക്കേ ലക്ഷ്യമല്ല കൈവരിക്കേ, ലീഗിനെയും തോൽപ്പിക്കണം, കക്ഷിയില്ലാതാക്കിടേണം. തട്ടേണം വോട്ട് 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 തട്ടിമാറ്റ നോക്കിടേണം. പിടിമുറുക്കിട് തിരഞ്ഞെടുപ്പിൽ പിടിമുറുക്കിട് കോടിപ്പറത്തിട് കലിവരുത്തിട് ലീഗ് നേരെ കലിവരുത്തിട് നേട്ടമാക്കിട് വോട്ട് തട്ടാൻ നോടി നോക്കിട്. யாரிவன் இந்த லீகினை தோல்பிக்கானாயிவன் പിടിച്ചിത പലവിധ കൂട്ടിത മുന്നിൽ പിണറായി വിജയന്റെ ഉങ്കിത. അടുക്കാമൽ വിടൂല ഞാൻ പൊന്നാനിയിലെ പടി കയറാൻ വിടൂല ഇന്ത്യ പാർലമെന്റിലെ. ഇമ്പത്തിൽ പേശി പിണറായി കളി തീർക്കാൻ നടന്നു പല കൊടിയായി. വോട്ട് തായ വോട്ട് വെട്ടി നിറയെ വോട്ട് പങ്കിട് ചൊങ്കിലി മുന്തിടുവാൻ പങ്കിട് ചൊങ്കിലി മുന്തിടുവാൻ. പിടിമുറുക്കിട് തിരഞ്ഞെടുപ്പിൽ പിടിമുറുക്കിട് കോടിപ്പറത്തിട് പൊന്നാനിയില് കോടിപ്പറത്തിട് കലിവരുത്തിട് ലീഗ് നേരെ നേട്ടമാക്കിട് വോട്ട് തട്ടാൻ നോടി നോക്കിട്. മുസ്ലിം ലീഗില്ലാത്ത പാർലമെന്റാണ് രാജ്യത്തുണ്ടാകാൻ പോണത്. ഇന്ത്യ മഹാരാജ്യത്തെ പരകോടി മുസ്ലിം മർദ്ദിത പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഒരേ ഒരു താണിയും ആശ്രയവുമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ പാർട്ടിയെ പാർലമെന്റിൽ നിന്ന് പുറന്തള്ളുന്ന തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോണ തെരഞ്ഞെടുപ്പ്. അതിനിപ്പോ ഒരേ ഒരു സീറ്റുമല്ല ആ പ്രശ്നം. അതാണ് പൊന്നാനി. എടാ വാസോ, വെറുതല്ല പിണറായി വിജയന്റെ അഹങ്കാരത്തിന്റെ പകുതി വിവരം ഉണ്ടെങ്കിൽ എന്റെ മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടുന്ന ജനങ്ങൾ പറയണത്. അന്റെ ഈ പാർട്ടീനെ പാതാളത്തിലേക്ക് താത്തുന്നത് അന്റെ പിണറായി വിജയൻ തന്നെയാണ്. അതിൽ സംശയം ഉണ്ടായിരിക്കേ? ഒരു സംശയം. മുസ്ലിം ലീഗിനെ പാർലമെന്റ് കാണിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ PDPയെയും സംഘപരിവാര ശക്തിയായ രാമപിള്ളയുടെ ജനപക്ഷത്തിനെയും ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ നിർത്തിയതും വേദി പങ്കിട്ടതും വിരുന്ന് നടത്തിയതും പ്രചരണങ്ങൾ സംഘടിപ്പിച്ചതും. ഇത്തരം കുതൂഹലങ്ങൾ കാട്ടി മുസ്ലിം ലീഗിനെയും അതിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും വിരട്ടി നിർത്താമെന്ന് കരുതിയ പിണറായിക്ക് ഏത് വേദിയിൽ വെച്ച് വീരവാദം മുടക്കിയോ അതേ കുറ്റിപ്പുറത്തെ വേദിയിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ ചുടക്കുട്ടിയായ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി മറുപടി കൊടുത്തു. പൊന്നാനി തട്ടാൻ നോക്കേണ്ട, ഈ മണ്ണില്ലാത്തി കളി വേണ്ട. പൊന്നാനി തട്ടാൻ നോക്കേണ്ട, ഈ മണ്ണിലാത്തി കളി വേണ്ട.
കണ്ണൂരും വടകര ചേർത്ത് അത് കണ്ണീരിലാകുമെന്നോർത്തോ. കണ്ണൂരും വടകര ചേർത്തോ അത് കണ്ണീരിലാകുമെന്നോർത്തോ. ശരിയില്ലാത്ത CPM നാറിയുള്ള പോക്ക് നേരിടുവാൻ മുസ്ലിം ലീഗ് നാട്ടിലുണ്ടെന്നോർക്ക്. പ്രിയമേറും നേതാവിന്റെ പ്രവർത്തനാധീരത കണ്ടു CK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ വാർത്ത കേരള മാകെയും ചർച്ച. പ്രിയമേറും നേതാവിന്റെ പ്രവർത്തനാധീരത കണ്ടു CK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ വാർത്ത കേരള മാകെയും ചർച്ച. മുസ്ലിം ലീഗില്ലാത്ത പാർലമെന്റ് സ്വപ്നം കാണുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. പൊന്നാനി കാട്ടി ലീഗ് നേതാക്കളെ മലപ്പുറത്ത് കെട്ടിയിടാമെന്ന് പിണറായി വിജയൻ വ്യാമോഹിക്കുന്നുവെങ്കിൽ മുസ്ലിം ലീഗിന്റെ കോട്ടകളിലേക്ക് നുഴഞ്ഞു കയറാമെന്ന് CPM സ്വപ്നം കാണുന്നുവെങ്കിൽ അത് മലർപ്പടിക്കാരന്റെ ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകും. അങ്ങനെ പൊന്നാനി പൊന്നുപോലെ നോക്കാൻ കരുത്തനും യോഗ്യനുമായ ET മുഹമ്മദ് ബഷീർ സാഹിബിനെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചു. എന്റെ വാസു, ഈ ET-നെ പൊട്ടിച്ച് പൊന്നാനി ഇങ്ങോട്ട് കിട്ടിയ പാർലമെന്റിൽ ലീഗ് ഇല്ലാണ്ടാവോ? പിന്നെന്താ സുലൈമാൻ, എനിക്കൊരു സംശയം. ഒന്നുമില്ല വാസു, മലപ്പുറത്ത് ഞങ്ങൾ മത്സരിക്കണുണ്ട്. മലപ്പുറങ്ങളിൽ ലീഗുകാര് വിട്ടാളി, അവിടെ ഞങ്ങളെ മാണിക്കക്കല്ല് മത്സരിക്കുന്നുണ്ട്. ഏതാണ് ആ കല്ല്? ഒന്നും പറഞ്ഞു കൊടുക്കി. ആകെ കെട്ടിലും മട്ടിലും ചുറ്റിയ മുട്ടിയ മട്ടമിലോടെ കുട്ടി സഖാക്കളെ കൊണ്ടിര ഹംസാക്ക. ചെങ്കൊടിയേന്തി ഈ മലകേറിയ ആരും മോഹിക്കുന്ന ശീതളമാതള ഇതളുകളൊക്കെയോ കരകതമാക്കാൻ ഓടിയ ഹംസാക്ക. ആകെ കെട്ടിലും മട്ടിലും ചുറ്റിയ മുട്ടിയ മട്ടമിലോടെ കുട്ടി സഖാക്കളെ കൊണ്ടിര ഹംസാക്ക. ചെങ്കൊടിയേന്തി ഈ മലകേറിയ ആരും മോഹിക്കുന്ന ശീതളമാതള ഇതളുകളൊക്കെയോ കരകതമാക്കാൻ ഓടിയ ഹംസാക്ക. മേലിയിലുള്ള വിലാസം ആമോദത്തിരുമുത്താനേ, മാലോകർക്ക് മുന്നിൽ മഞ്ചേരിക്കഥ ചെന്നാനേ. മേലും നേതാവായി മണ്ഡലം കൊണ്ട് ഗമിത്താനേ, മാലെ പാട്ടുകൾ പാടി മാധുര്യത്തിൽ വിണ്ടാനേ. ചെന്നെത്തി വന്നെത്തി രാഗമനോഹര ഈണവുമായി പൊട്ടിക്കാൻ ഞെട്ടിക്കാൻ എന്നിലുള്ള മുന്നിലൊക്കെ ലീഗ് വിരോധ ജാതിയാണിത്. ഈ വിധം പലകാതയാണിത്. ചരിതം തീർക്കാൻ തേരി ചിന്ത വെടിഞ്ഞവരോടി അന്തം വിട്ടവർ കൂടി സുന്നി സഖാവന്നോടി കുട്ടി സഖാക്കളെ റോഡിലിറക്കിയും തട്ടിക്കൂട്ടിയ കുട്ടും കുരവയും ആകെ കെട്ടിലും മട്ടിലും ചുറ്റിയ മുട്ടിയ മട്ടവിലോടെ കുട്ടി സഖാക്കളെ കൊണ്ടിത ഹംസാക്ക. ചെങ്കൊടിയേന്തി ഈ മലകേറിയ ആരും മോഹിക്കുന്ന ശീതളമാതള ഇതളുകളൊക്കെയും കരകതമാക്കാൻ ഓടിയ ഹംസാക്ക. ആകെ കെട്ടിലും മട്ടിലും ചുറ്റിയ മുട്ടിയ മട്ടവിലോടെ കുട്ടി സഖാക്കളെ കൊണ്ടിത ഹംസാക്ക. ചെങ്കൊടിയേന്തി ഈ മലകേറിയ ആരും മോഹിക്കുന്ന ശീതളമാതള ഇതളുകളൊക്കെ കരകതമാക്കാൻ ഓടിയ ഹംസാക്ക. സുലൈമാന്, സുലൈമാന്, എന്താണ് മലപ്പുറത്ത് ഞങ്ങളെ മുത്ത് മാണിക്ക കരിങ്കല്ലായ സ്ഥാനാർത്ഥി TK ഹംസാക്കേണ്. മലപ്പുറം ചോപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ പാർട്ടി ഒഴിഞ്ഞിട്ട നേർച്ചക്കോഴിയാണ് എന്റെ ഹംസാക്ക. മഞ്ചേരിയിൽ കളർ മാറ്റിയ DK ഹംസനെ കൊണ്ട് തന്നെ മലപ്പുറത്തും കളർ മാറ്റാൻ നിൽക്കാരന്റെ പാർട്ടിന്റെ വിചാരം. എന്റെ വാസു, അനക്കൊരു കാര്യം കേൾക്കണോ? അന്റെ ഈ TK ഹംസ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊരു കാറ്റ് പോയ ബലൂണാ. അതെന്താ? എടോ, ലീഗിനോട് മുട്ടാനുള്ള കാറ്റൊന്നും ഹംസന്റെ ഉള്ളിലില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ മൂപ്പര് 10-8 10-9 ഒക്കെ ഇറക്കണത്. അതെന്താ 10-8 10-9? നിങ്ങള് പുട്ടുറുമാലും കാണല്ലേ? പുട്ടുറുമാല് ഏത് ആ പരിപാടി ഒന്ന് കാണണ്ടേ? നമ്മളെ റിയാലിറ്റി ഷോ അല്ലേ? അതല്ല സംഭവം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുട്ടുറുമാലിന്റെ 912-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് ജഡ്ജസിനെ പരിചയപ്പെടാം. ബീരാൻ കാ, ആമിന താത്ത. ഇന്നത്തെ ഈ എപ്പിസോഡ്
എപ്പിസോഡിൽ നമ്മുടെ ജസ്റ്റിസ്